പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ എവൻഗേലിയൻ ധ്യാനത്തിൻ്റെ ഭാഗമായി സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും ഒപ്പം തന്നെ പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള 3 വായനകൾ നമ്മൾ ധ്യാനിച്ചു. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 3-ാമത്തെ ഞായറാഴ്ച പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസം, ശ്ലീഹ നോമ്പ് വീടൽ, ഈ ക്രമീകരണങ്ങളൊക്കെയാണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത. മാത്രമല്ല, സുവിശേഷ വേല ചെയ്യുന്നുള്ള ആഹ്വാനമുള്ള ഞായറാഴ്ചയാണ്. അവിടെ പഴയ നിയമ പുസ്തകങ്ങൾ വരെ നമ്മൾ വായിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ലേഖനങ്ങളിൽ നിന്നും എവൻഗേലിയനിൽ നിന്നുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടു തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനത്തിൻ്റെ ഞായറാഴ്ചയാണ്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ്. ശ്ലീഹ നോമ്പ് വീടുന്ന ദിനമാണ്. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 3-ാമത്തെ ഞായറാഴ്ചയുടെ വായനകളുമാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, എന്താണ് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദീർഘദർശി, ഒരു സുവിശേഷകൻ സ്വന്തം പട്ടണത്തിലും സ്വന്തം വീട്ടിലും സ്വന്തം ബന്ധുമിത്രങ്ങളുടെ ഇടയിലുമല്ലാതെ അവഗണിക്കപ്പെടുന്നില്ല. ആ ഭാഗം നമ്മൾ വായിച്ചു. വേലയ്ക്ക് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാതെ വരുന്ന സ്ഥലത്ത് സ്വീകരിക്കുന്നിടത്ത് സമാധാനം പറയുക, സ്വീകരിക്കാത്തടത്ത് കാലിലെ പൊടി തട്ടിക്കളയുക. ആ പൊടി അവർക്കെതിരെ സാക്ഷ്യം നിൽക്കുമെന്ന് വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവൻ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് കിട്ടിയത്. അത് യൗസേപ്പിൻ്റെ പൂർവ്വപിതാവായ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിന്നും ഒപ്പം തന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം നമ്മൾ വായിച്ച് ധ്യാനിച്ചു പോന്നു. ഇത് നമ്മൾ ശ്ലീഹ വായനയാണ്. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 3-ാമത്തെ ഞായറാഴ്ചയുടെ ശ്ലീഹ വായന ശ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങളാണ്. അല്ലയോ സഹോദരന്മാരെ, അബ്രഹാമിൻ്റെ വംശസന്താനങ്ങളെ, അവരോട് ചേർന്നുള്ള ദൈവഭക്തന്മാരെ, നിങ്ങൾക്ക് തന്നെ ആയിട്ടാണ് ജീവവചനം അയക്കപ്പെട്ടത്. യഹൂദന്മാരായ പൗലോസിൻ്റെ ആളുകളോട് പൗലോസ് പറയുകയാണ്, ജീവവചനം അയക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ യെരൂശലേമിൽ പാർക്കുന്നവരും അവരുടെ പ്രമാണികളും കൂടി ആ വചനത്തെയും ശാബത്ത് തോറും വായിക്കപ്പെട്ടിരുന്ന പ്രവചന ഗ്രന്ഥങ്ങളെയും കുറിച്ച് അറിയാതെ അവനെ ശിക്ഷിക്കുകയും എഴുതപ്പെട്ടിരുന്ന സകലതും നിവർത്തിക്കുകയും ചെയ്തു. കൊല്ലുവാൻ തക്ക യാതൊരു കാരണവും കാണാതിരിക്കെ അവനെ കൊല്ലണമെന്നവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. എഴുതപ്പെട്ടിരുന്ന സകലവും നിവർത്തിച്ച ശേഷം അവർ അവനെ കുരിശിൽ നിറക്കി ഒരു കല്ലറയിൽ അടക്കി. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. പൗലോസ് ശ്ലീഹ ധൈര്യമായി പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കാനായിട്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി സംസാരിച്ചു. പക്ഷേ അവർ ആ രക്ഷയെ സ്വീകരിക്കാതെ അവനെ കൊന്നു മുടിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തി. സുവിശേഷത്തിന് ഒരു തടസ്സവുമില്ലാതെ സുവിശേഷം ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് അനുസ്യൂതം വളർന്ന് കൊണ്ടിരിക്കുന്നു. സുവിശേഷത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല സുവിശേഷത്തെ തടുക്കാൻ. ഇതാണ് 1-ാമത്തെ വായനയിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. 2-ാമത്തെ വായന പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-16 വാക്യങ്ങൾ, 10 മുതൽ 16 വരെ വാക്യങ്ങൾ. ആകയാൽ ഇപ്പോൾ നമുക്ക് സമയമുള്ളിടത്തോളം എല്ലാവർക്കും, പ്രത്യേകിച്ച് കൂട്ടുവിശ്വാസികൾക്ക്, നന്മ ചെയ്യണം
അതാണ് ഒരാഹ്വാനം. എല്ലാ കൂട്ടുവിശ്വാസികൾക്കും സാധിക്കുന്നിടത്തോളം സമയമുള്ളിടത്തോളം നന്മ ചെയ്യണമെന്നാണ് ആഹ്വാനം. കാരണം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലില്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അവൻ മൂലം ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയും അഗ്രചർമ്മവും നിസ്സാരമാണ്. പരിച്ഛേദനയുണ്ട്, അഗ്രചർമ്മമുണ്ട് എന്ന് യഹൂദന്മാരെ വാദിക്കുന്നു. അത് നിസ്സാരമാണ്, അത് പൂർണ്ണതയല്ല. പൂർണ്ണത പൗലോസ് പറയുന്നത് പുതിയ സൃഷ്ടിയാണ് സാരമായിട്ടുള്ളത്. പുതിയ സൃഷ്ടിയാണ്. ഇന്ന് നമ്മളാണ് ഈ വചനം വായിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായിത്തീരുന്നതിന് വേണ്ടി മാമോദീസ സ്വീകരിക്കുന്നു. കൽപ്പനകളുടെ ലംഘനമില്ലാതെ ജീവിക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. മാമോദീസ സ്വീകരിച്ച നമ്മൾ കൽപ്പനയുടെ ലംഘനമില്ലാതെ വിശുദ്ധിയിൽ ജീവിത പൂർത്തീകരണം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോടൊത്ത് പൂർണ്ണ ജീവിതം ലഭിക്കുകയുള്ളൂ. അതാണിവിടെ യഹൂദന്മാർ പരിച്ഛേദനയേറ്റു, അഗ്രചർമ്മം നടത്തി എന്നൊക്കെ പറയുന്നതിൽ പൂർണ്ണതയില്ല. പൂർണ്ണത ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതിലാണ്. അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും വിശേഷാൽ നന്മ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് പൗലോസ്ലീഹ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, ഏവൻഗേലിയോൻ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 2 വായന ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 46 വരെ വാക്യങ്ങളും, 2 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വാക്യങ്ങളും. 3-ാം ഞായറാഴ്ചയുടെ എവൻഗേലിയോനാണ് യോഹന്നാന്റെ സുവിശേഷം. ശ്ലീഹ നോമ്പ് വിടുന്നതിൻ്റെ വായനയാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടിലൂടെ നമുക്ക് അല്പസമയം ഒന്ന് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. യേശു ജീവൻ്റെ അപ്പമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പരീശന്മാർ തർക്കിക്കുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുന്നില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യും. എന്തെന്നാൽ എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. പിതാവ് ആകർഷിച്ചു വരുന്നവരല്ലാതെ ആരും യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ അനുഭവിക്കണം, എങ്കിലേ നമുക്ക് ജീവനുണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും പലർക്കും മടിയാണ്. അത് സത്യത്തിൽ പിതാക്കന്മാർ പറയുന്നത് അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധമുള്ളത് കൊണ്ടാണ് അവർ ശരീരം ഭക്ഷിക്കാൻ മുന്നോട്ട് വരാത്തതെന്നാണ്. പാപം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല, പാപത്തെക്കുറിച്ച് അവരെ ബോധവാനുമാണ്. പക്ഷേ പാപം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ തിരുശക്തികൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യജീവനില്ല എന്നും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് യേശുക്രിസ്തു ആകുന്ന ജീവൻ്റെ അപ്പത്തെ നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം. ഇനി പത്രോസ് പൗലോസ് ശ്രീയന്മാരുടെ ഓർമ്മ ദിവസമായ
ജൂൺ 29 വായന നമ്മൾ ശ്രദ്ധിച്ചാൽ സുവിശേഷ വേലയുടെ ആഹ്വാനമാണ് അവിടെ ലഭിക്കുന്നത്. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിവേലക്കാരെ വിളിപ്പാൻ പ്രഭാത സമയത്ത് പുറപ്പെട്ട വീട്ടുടമസ്ഥനായ മനുഷ്യനോട് സദൃശമാകുന്നു. ദിവസത്തിൽ 1 ദിനാറോ എന്ന് വേലക്കാരോട് അവൻ പറഞ്ഞു സമ്മതിച്ചു. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അവരെ അയച്ചു. 3-ാം മണി സമയത്ത് അവൻ പുറപ്പെട്ടു. തെരുവീതിയിൽ മെനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലരെ കണ്ട് അവരോട്, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ന്യായമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അവർ പോയി. അവൻ വീണ്ടും 6-ാം മണി സമയത്തും 9-ാം മണി സമയത്തും പുറപ്പെട്ട് അപ്രകാരം തന്നെ ചെയ്തു. 11-ാം മണി സമയത്തും അവൻ പുറപ്പെട്ട് മെനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലരെ കണ്ടവരോട്, പകൽ മുഴുവനും നിങ്ങൾ മെനക്കെട്ട് നിൽക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട്, ആരും ഞങ്ങളെ കൂലിക്ക് വിളിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ ഭവന വിചാരിപ്പുകാരനോട്, നീ വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ മുതൽ മുമ്പന്മാർ വരെ അവരുടെ കൂലി കൊടുത്ത് തുടങ്ങുക എന്ന് പറഞ്ഞു. 11-ാം മണി സമയത്ത് അയക്കപ്പെട്ടവർ ഓരോ ദിനാറോ വാങ്ങിച്ചു. ആദ്യത്തവർ വന്നപ്പോൾ അവർക്ക് അധികം കിട്ടുമെന്ന് വിചാരിച്ചു. അവർക്കും ഓരോ ദിനാറോ കിട്ടി. അതവർ വാങ്ങിയിട്ട് വീട്ടുടമസ്ഥനിൽ നീരസപ്പെട്ട്, ഈ അവസാനം വന്നവർ 1 മണിക്കൂർ മാത്രം വേല ചെയ്തു. പകലത്തെ ഭാരവും ഉഷ്ണവും സഹിച്ചവരായ ഞങ്ങളോട് നീ അവരെ തുല്യമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവനുത്തരമായിട്ട് അവരിൽ ഒരുവനോട് പറഞ്ഞു, എൻ്റെ ചങ്ങാതി, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. 1 ദിനാറോ നീ എന്നോട് പറഞ്ഞൊത്തില്ലയോ? നിൻ്റെ ഇത് വാങ്ങിപ്പോയിക്കൊള്ളുക. എന്നാൽ നിനക്കെന്ന പോലെ ഈ അവസാനത്തവനും കൊടുപ്പാൻ എനിക്ക് മനസ്സാകുന്നു. അല്ലെങ്കിൽ എൻ്റെ വക കൊണ്ട് എൻ്റെ മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ടും നിനക്ക് കണ്ണുകടി ഉണ്ടാകുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമായി തീരും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെയും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാകുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ആഹ്വാനമാകുന്ന ദൈവവിളിയുടെ വേദപുസ്തക ഭാഗം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ 9-ാം മണിക്ക് വന്നവർ, 6-ാം മണിക്ക് വന്നവർ, 12 മണിക്ക് വന്നവർ, 11 മണിക്ക് വന്നവർ എല്ലാം ഓരോ പ്രായമായിട്ട് കണക്കാക്കി മതി. കുഞ്ഞുനാളിലെ മുതൽ വേർതിരിക്കപ്പെട്ട അനേകം ആളുകളുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമ്മൾ അവരെ പഠിക്കുമ്പോൾ ചെറുപ്പം മുതലേ കുഞ്ഞുനാളിലെ ദൈവം വിളിച്ചവരുണ്ട്. എന്നാൽ പ്രായമായി പാപത്തിനൊക്കെ അടിമകളായി തീർന്നതിന് ശേഷം മാനസാന്തരപ്പെട്ട് വന്ന ആളുകളുമുണ്ട്. അഗസ്തീനോസൊക്കെ പ്രായമായ യൗവനത്തിൽ പാപത്തിൻ്റെയൊക്കെ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് മാനസാന്തര അനുഭവത്തിൽ വന്ന വ്യക്തിത്വങ്ങളാണ് വിശുദ്ധ അഗസ്തീനോസൊക്കെ. ഈ കാലഘട്ടത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ ദൈവകൃപയിൽ വളർന്നു വരുന്നവരുണ്ട്. എന്നാൽ പ്രായമായി ഓരോ ഏജിൽ ദൈവിക വേല ചെയ്യുന്നവരും നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പലർക്കും മടിയാണ്. പലരും പറയുന്നത്, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയി, ഇനി എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന മനോഭാവത്തിലാണ്. ചെറുപ്പകാലത്ത് വിളിയുണ്ടായപ്പോൾ അവർ പറഞ്ഞു, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, ജോലിയുണ്ട്, അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. റിട്ടയർമെൻ്റൊക്കെ ആയി കഴിയുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരിക്കലും വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് വൈദികനാകണമെന്നുള്ള ആഗ്രഹവും ഇതിൻ്റെ മാതാപിതാക്കന്മാർക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ അദ്ദേഹത്തിനത് സെമിനാരി ചേർന്നു. അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരികെ പോന്നു, വയ്യാന്ന് വെച്ച്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, തനിക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ വൈദികനാക്കാമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായി, 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് അത് ഭാരമായി. അദ്ദേഹം വീണ്ടും വൈദികനാകാനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി അദ്ദേഹം തന്നെ വൈദികനായി. എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഈ ദൈവവിളിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് പലരും
ദൈവവിളി കിട്ടിയിട്ടും അത് യഥാർത്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കാതെ പോകുന്ന അനുഗ്രഹമുണ്ട്. അപ്പോൾ ദൈവവിളി മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്കാരെ വിളിപ്പാനായി പ്രഭാത സമയത്ത് പുറപ്പെട്ട വീട്ടുടമസ്ഥനായ മനുഷ്യനോട് സദൃശമാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം കൃത്യസമയത്ത് തന്നെ ലോകത്തേക്ക് അയച്ചു, നമ്മളെ വിളിക്കാൻ വേണ്ടി. അവിടുന്ന് വിളിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ നമ്മുടെ പ്രായം പ്രശ്നമല്ല. ഏത് പ്രായത്തിലും നമുക്കിത് ചെയ്യാം. ഈ വിളി സ്വീകരിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ ഒരു ദൈവവിളിയുടെ ആഹ്വാനമുണ്ട്. എപ്പോൾ വന്നു എന്നല്ല, എന്തുകൊണ്ട് നീ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. 11 മണി സമയത്ത് അവൻ പുറപ്പെട്ടു. മിനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലർ കണ്ട അവരോട്, പകൽ മുഴുവൻ നിങ്ങൾ മിനക്കെട്ട് നിൽക്കുന്നു എന്തോ എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ആരും വിളിച്ചില്ല. ഇന്നും നമ്മൾ എന്താ പറയുന്നത്, സാധാ കൂലിപ്പണിക്കാരെ കാണാൻ കഴിയും. ടൗണുകളിൽ, ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള സഹോദരന്മാർ സഹോദരിമാർ, നമ്മുടെ മലയാളികളായിട്ടുള്ള സഹോദരന്മാർ സഹോദരർക്ക് അവരൊക്കെ വന്ന് നിൽക്കും, ടൗണിലൊക്കെ നിൽക്കും. അപ്പോൾ അവരാവശ്യമുള്ള ആളുകളെല്ലാം നേരത്തെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അവസാനം ചില ആളുകൾ പറയും, ഇന്ന് പണിയൊന്നും കിട്ടിയില്ല, ഞങ്ങളെ ആരും വിളിച്ചില്ല. അപ്പോൾ മെനക്കെട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നവരെ കണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിളിക്കണം. എത്ര പ്രായത്തിലും. ഞാനൊക്കെ ആരെ കണ്ടാലും ദൈവകൃപയിൽ ചോദിക്കും, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നുണ്ടോ? പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകളോട് നിർബന്ധമായും ചോദിക്കും പരിചയപ്പെടാറുള്ളപ്പോൾ. പലരും മടിയാണ് പറയുന്നത്, കുറ്റം പറയുന്നതല്ല, ഭയങ്കര മടി. പിന്നെയും പണത്തിന് വേണ്ടിയുള്ള ജോലികൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ധാരാളം ആളുകൾ. പിന്നെയും ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാലും ശമ്പളം പോരാ എന്ന് വിചാരിക്കുന്നവർ. ചിലർ അവിടെയൊക്കെ വന്ന് വേല ചെയ്തിട്ട് എങ്ങനെ ശമ്പളം വാങ്ങും എന്ന് ചിന്തിക്കുന്നവർ. ഭയങ്കര മടി പറഞ്ഞ് ഒഴിവാകുന്ന ആളുകളാണ് എല്ലാം. ചിലർ പറയുന്നു അത്യാവശ്യത്തിന് പെൻഷനൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ എന്തിനാ, വെറുതെ ഇരുന്ന് കള്ളു കുടിച്ച് ജീവിതം കളയുന്ന ആളുകളും ഉണ്ട്, ക്രിസ്ത്യാനികൾ. കുറ്റപ്പെടുത്തുന്നതല്ല പ്രിയമുള്ളവരെ. അവരോട് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. സമയം വൈകിയെന്ന് പ്രശ്നമാക്കണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കിങ്ങനെ എല്ലാവരോടും പറയാൻ കഴിയണം, വിളിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് പറഞ്ഞ് വിളിക്കാൻ നമുക്ക് കഴിയണം. സന്ധ്യയായപ്പോൾ കാര്യസ്ഥന്മാരെ എല്ലാം വിളിച്ച് ഇവർക്കടെ എല്ലാം കൂലി കൊടുക്കാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരേ കൂലി കൊടുത്തു. എല്ലാവർക്കും ഒരേ കൂലി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മുമ്പ് ജോലിക്ക് ഇറങ്ങിയവരെല്ലാം പരാതിപ്പെട്ടു. ഇന്നും അങ്ങനെയുണ്ട്. ഇന്ന് വൈകി സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് നല്ല കൃപയോടെ അവർ ശുശ്രൂഷ കാണുമ്പോൾ നേരത്തെ വിളിക്കപ്പെട്ടവർ പരാതിപ്പെടുന്നതാണ്. ഇന്നാൾ വരെ അവിടെ കിടന്നവൻ, ഇവിടെ കിടന്നവൻ, മെനക്കെട്ട് നിന്നവൻ ഇന്ന് കിടന്ന് കാണിക്കണ കസർത്ത് കണ്ടില്ലേ? ബാക്കിയുള്ളവരൊക്കെ നമ്മൾ എത്രയോ അച്ഛന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സെമിനാരിയിൽ എത്ര വർഷം പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ വേലയ്ക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. സെമിനാരി പഠിക്കാത്തവർക്ക് അത് കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? 100 കൂട്ടം പരാതി. സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രത്യേക കൃപയാൽ ദൈവം വിളിച്ചു ചേർത്തവരൊക്കെ ആത്മീയമായി ശക്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വന്ന് ഇതെല്ലാം മേടിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പന്മാരൊക്കെ പിമ്പന്മാരാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, എപ്പോൾ ദൈവം വിളിച്ചാലും ആ വേലയ്ക്ക് ഇറങ്ങുന്നവൻ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അവന് കിട്ടുന്ന സൗഭാഗ്യം, അവന് കിട്ടുന്ന ആത്മീയ ശക്തി നിസാരമല്ല.
അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അവൻ്റെ പ്രസംഗത്തിന് 100 കുറ്റവും പറഞ്ഞ് അവന് പ്രസംഗിക്കാൻ വിളിക്കാതിരിക്കുകയും ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അത് ഈ വചനം വായിച്ചിട്ടുള്ള നീ പിമ്പനാവുകയാണോ എന്ന് പരിശോധിക്കണം. മുമ്പോട്ട് പോകണം. എപ്പോൾ വിളിച്ചു എന്നുള്ളതല്ല, വിളി സ്വീകരിച്ചോ എന്നുള്ളതാണ്. വിളി സ്വീകരിച്ചുവെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് മുടക്കമില്ലാതെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും മുടക്കമില്ലാതെ സാധുജന സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വന്തം അനുഭവത്തിൽ നിന്ന് 100 കണക്കിന് ആളുകളെ പരിചയപ്പെട്ടും സംസാരിച്ചുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്താ ധാർഷ്ട്യം ചിലർക്ക്? ഞങ്ങളെന്തോ മുമ്പേ വന്ന ആളുകളാണ്, ഞങ്ങൾക്കാണ് ഈ വിളിയൊക്കെ ഉള്ളൂ എന്ന ഒരു വകയൊട്ടൊന്നും ചെയ്യണമില്ല. ഇവിടെ പ്രിയമുള്ളവരെ, ഈ നീതിമാനായ ഈ വീട്ടുടയവൻ ഒരേ കൂലി എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതാണ്. അവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒട്ടും വൈകണ്ട. ഇപ്പോൾ തന്നെ വിളി സ്വീകരിക്കുക. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചു. സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനത്തിൻ്റെ ഞായറാഴ്ചയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സുവിശേഷ വേലയ്ക്കായിട്ട് ഒരുക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ആ വിളിയുണ്ടോ എന്ന് പരിശോധിക്കാം. ദൈവമേ, അങ്ങനൊരു വിളി എനിക്കുണ്ടോ? നിങ്ങൾക്ക് സാധിക്കും. ആ വിളിയെ പരിശോധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ വന്ന് നിങ്ങൾ പങ്കെടുക്കുക. ആ വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വരെയുള്ള ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനമാണ്. നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ദൈവവിളി തിരിച്ചറിയാനായിട്ട് പറ്റും. മടി പിടിച്ചിരിക്കരുത്, അഹംഭാവത്തോടെ ഇരിക്കരുത്. ഞാനൊക്കെ നേരത്തെ വിളിക്കപ്പെട്ടവനാണ്, ഇവനൊക്കെ ഇന്നലെ വന്നവനല്ലേ, എന്താ എന്നൊന്നും ചോദിക്കരുത്. മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരാകും. അതുകൊണ്ട് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ പോലെ നല്ല സാക്ഷ്യമുള്ളവരായി ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിന് വേണ്ടി മരിക്കുവാനും തയ്യാറാകുക. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എരിയുന്ന ചൂളയിലേക്ക് ഇട്ടിട്ട് അവർ കർത്താവിനെ പാടി സ്തുതിച്ച് അവിടെ നിന്ന് കയറിപ്പോന്നു. രാജാവ് എന്ന് അവരെ കയറ്റി. അവരുടെ ദൈവമാണ് വലിയവനെന്ന് വിളംബരം പുറപ്പെടുവിച്ചു. പ്രിയമുള്ളവരെ, യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു, മിദിയാനിലെ കച്ചവടക്കാർക്ക് വിറ്റു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. യോസേഫിനെ ഈജിപ്തിൻ്റെ അധിപനാക്കി. അതുകൊണ്ട് നമ്മൾ ഓർത്തുകൊള്ളണം, സുവിശേഷത്തിന് വിലങ്ങിടാൻ ആർക്കും കഴിയില്ല. സുവിശേഷം വിളിച്ചവനെ തടുക്കാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഈ വിളി മഹാഭാഗ്യമാണെന്ന് കണ്ടുകൊണ്ട് ഈ വിളി കിട്ടുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന തിരിച്ചറിവോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ വിളി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സുവിശേഷ പ്രഘോഷണം, ഈ ധ്യാനം സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമായി മാറും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവിളി ആർക്കും തടസ്സപ്പെടാതിരിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചന ശുശ്രൂഷ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.